السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم ألحمنا مراشد أمورنا وعدنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على محمد النبي الأمي وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. صدق الله العلي العظيم. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഹാജിമാരെ, ഹജ്ജമ്മമാരെ, അള്ളാഹു നമ്മെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മെ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഹജ്ജിൻ്റെത് ഇവിടെ നടക്കുന്നത്. 2 ക്ലാസ്സുകൾ കഴിഞ്ഞുപോയി. അപ്പോൾ ആദ്യം അതിൻ്റെ തുടക്കം തന്നെ കഴിഞ്ഞുപോയ ക്ലാസ്സുകളുടെ ഒരു രത്നച്ചുരുക്കം, ഒരു ചെറിയ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പുതിയതായി വന്നവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ആമുഖം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറും മർദിയായ നിലയിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, ഔദാര്യമായി നൽകുമാറാകട്ടെ. വിശുദ്ധമായ ഹജ്ജ് 3 രീതിയിൽ, ഏറ്റവും ശ്രേഷ്ഠമായ 3 നിലയിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. ഹജ്ജ് എത്ര നിലയിലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? വേറെയും പല രീതികളുണ്ട്. ഒന്ന് ഇഫ്രാദ്. ഒന്നെന്താണ്? ഇഫ്രാദ്. 2 തമത്തു. 2 എന്താണ്? തമത്തു. 3 കിറാൻ. അപ്പൊ ഹജ്ജ് എത്ര രീതിയിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും? 3 രീതിയിൽ നിർവഹിക്കാൻ സാധിക്കും. നമ്മൾ ഏത് രീതിയിലാണ് നിർവഹിക്കാൻ പോകുന്നത് അറിയാമോ? പറഞ്ഞോളൂ. തെറ്റ് വരുന്നവർക്ക് 2 കൂലിയുണ്ട്. അങ്ങനെയുണ്ട്. വിശുദ്ധ ഖുർആൻ വിക്കി 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 ഓതുമല്ലോ. ഓതി അങ്ങോട്ട് പോകാൻ പറ്റാതെ അത് വളരെ പാടുപെട്ട് പ്രയാസപ്പെട്ട് ഓതുന്നവർക്ക് കൂലി കൂടുതലാണ്, അല്ലേ? കാരണം എന്താണ്? അവരുടെ വലിയ പരിശ്രമം, ആഗ്രഹം, അത് ഓതി കിട്ടാനുള്ള വലിയ ഒരു ശ്രമം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അവരുടെ കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് ആരും ഒന്നും സംശയിക്കണ്ട, നമുക്കറിയാവുന്നത് പറയാം. കാരണം ഇത് പഠന ക്ലാസ്സാണ്, അല്ലേ? അപ്പൊ ഹജ്ജ് ഏറ്റവും ശ്രേഷ്ഠമായ എത്ര രീതിയാണുള്ളത്? 3 രീതിയാണ്. ഒന്ന് ഏതാണ്? ഇഫ്രാദ്. ഒന്ന് ഹജ്ജിന് വേണ്ടി മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്തു. എന്തിനു വേണ്ടി? ഹജ്ജിന് വേണ്ടി മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്തു. ആ മനുഷ്യൻ വിശുദ്ധമായ മക്കയിലെത്തി ഹജ്ജിന്റെ സമയം വരെ, ദുൽഹജ്ജ് 8 വരെ ആ ഇഹ്റാമിൽ കഴിഞ്ഞുകൂടി. ഏത് ഇഹ്റാമിൽ? ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ദുൽഖഅദ 24, 25 നമ്മൾ ഇവിടുന്ന് പോകുന്നത്, അല്ലെങ്കിൽ മെയ് 21, 22 നമ്മൾ ഇവിടെ നിന്നും ഇൻഷാ അല്ലാഹ് പുറപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ ദുൽഹജ്ജ് 8 വരെ, ദുൽഹജ്ജ് ജൂൺ ഏതാണ്ട് 8, 9, 10 ഡേറ്റ് വരും, അത്രയും ദിവസം ഈ ഇഹ്റാമിലായി കഴിഞ്ഞുകൂടണം. നഖം മുറിക്കാൻ പാടില്ല, മുടികൾ നീക്കം ചെയ്യാൻ പാടില്ല, എണ്ണയോ സോപ്പോ മണവസ്തുക്കളോ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വലിയ ത്യാഗപൂർണമായ വലിയൊരു പരിശ്രമം ആ ഹജ്ജിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ
ദുൽഹജ്ജ് 8-ന്റെ അന്ന് മിനയിലെത്തി, അറഫയിലെത്തി, വീണ്ടും മുസ്ദലിഫയിലെത്തി, മിനയിലെത്തി, ജംറകളിലെത്തി, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെത്തി, അങ്ങനെ ഹജ്ജ് പൂർത്തിയാക്കി. അത് ആദ്യത്തെ രീതി. ഏത്? അതിന്റെ പേരെന്താണ്? ഏത്? ഇഫ്രാദ്. എന്താണ് ഇഫ്രാദ്? ചോദിക്കുന്നതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. രണ്ടാമത്തത് തമത്തു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് തമത്തുഇന്റെ ഹജ്ജാണ്. ഏത് ഹജ്ജാണ്? നാളെ ഒരാൾ നമ്മളടുത്ത് ചോദിക്കും, നിങ്ങൾ ഹജ്ജിനെ പോലെ ഏത് ഹജ്ജാ ചെയ്യുന്നത്, എങ്ങനെയാ ഹജ്ജ് ചെയ്യുന്നത്, ഹജ്ജ് ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പൊട്ടന്മാരെ പോലെ നിന്നാൽ പറ്റില്ല, അല്ലേ? കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തമത്തുഇന്റെ ഹജ്ജ് എന്ന് പറയുമ്പോൾ മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്തു. എന്തിനു വേണ്ടി ഇഹ്റാം ചെയ്തു? അല്ല, ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു. എന്തിനു വേണ്ടി ഇഹ്റാം ചെയ്തു? ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു. പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെത്തി, തവാഫ് ചെയ്തു, സഅയ് ചെയ്തു, മുടി കളഞ്ഞു, തഹല്ലുലായി. പിന്നീട് നമ്മൾ ദുൽഹജ്ജ് 8 വരെ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ ധാരാളമായി തവാഫ് ചെയ്തു, ഉംറ ചെയ്തു, മറ്റ് കർമ്മങ്ങൾ ചെയ്തു, ഇബാദത്തുകളിലായി അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ദുൽഹജ്ജ് 8-ന്റെ അന്ന് നമ്മൾ പരിശുദ്ധമായ മിനയിലേക്ക്, പരിശുദ്ധമായ ഹറമിൽ നിന്ന് നമ്മൾ ഹജ്ജിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, നമ്മുടെ റൂമിലെത്തി. റൂമിൽ നിന്ന് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു. നമ്മൾ നേരെ മിനയിലേക്ക് പുറപ്പെടുകയാണ്. മിനയിലെത്തി, അറഫയിലെത്തി, മുസ്ദലിഫയിലെത്തി, വീണ്ടും മിനയിലെത്തി, ജംറകളിലെത്തി. ഹജ്ജിന്റെ കർമ്മങ്ങൾ അങ്ങനെ നമ്മൾ പൂർത്തീകരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഹജ്ജിന്റെ പേരാണ് തമത്തു. ഇനി 3-മതൊരു ഹജ്ജുണ്ട്, അതാണ് ഖിറാൻ. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് 2 കാര്യം നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് പരിശുദ്ധമായ ഹറമിലേക്ക് എത്തി, ദുൽഹജ്ജ് 8-ന്റെ അന്ന് മിനയിലേക്ക് പുറപ്പെട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് പിന്നീട് 2-മതൊരു ഉംറ ചെയ്യുന്ന, അതിന്റെ ആനുപാതികമായ സുന്നത്തായ വാജിബായ കുറേ കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഹാജിമാരെ, അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. എന്താണ്? ഹജ്ജിന് പോകാനുള്ള മഹാസൗഭാഗ്യം. ആർക്കാണ് ഹജ്ജ് നിർബന്ധം? വഴിയാലും മുതലാലും തടിയാലും കഴിവുള്ളവൻ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെത്തി, പരിശുദ്ധമായ മക്കയിലെത്തി ഹജ്ജ് നിർവഹിക്കണം. ആർക്കാ? മുതലുള്ളവർ, ആരോഗ്യമുള്ളവർ, യാത്രാ സൗകര്യമുള്ളവർ, അല്ലേ? നമ്മുടെ മുൻഗാമികളായ ഭരണാധികാരികൾ, ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന വലിയ ഭരണാധികാരികളുണ്ട്, അല്ലേ? അക്ബർ ചക്രവർത്തിയുണ്ട്, തുടങ്ങി ഇങ്ങനെ അറ്റത്ത് ധാരാളം രാജാക്കന്മാർ. അവരിൽ നല്ല ശതമാനം ഹജ്ജ് ചെയ്തിട്ടില്ല. അവർ കുറ്റവാളികളാണോ? എന്തുകൊണ്ടാ? അവർക്ക് യാത്രാ സൗകര്യം ഉണ്ടായിരുന്നില്ല, അല്ലേ? നിർഭയമായി അവർക്ക് യാത്ര ചെയ്തു പോകാനുള്ള സൗകര്യമില്ലാത്തതിന്റെ പേരിൽ അവർ എത്ര വലിയ ധനാഢ്യന്മാരാണെങ്കിലും അവരെ മേൽ എന്തില്ല? കുറ്റമില്ല. അപ്പോൾ അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തു, അല്ലേ? അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തു, അല്ലേ? ആണോ അല്ലേ? എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? ഹജ്ജിന് വേണ്ടി. ഒരു ഹാജി ആരാണെന്ന് ചോദിച്ചാൽ അവൻ പരിപൂർണ മുസ്ലിം ആയിരിക്കും, അല്ലേ? ഒരാൾ ചോദിച്ചു, ആ ഹാജി എങ്ങനെ? ആ ഹാജിയാണ് ഒരു മുസ്ലിം ആരാണെന്ന് ചോദിച്ചാൽ ആ ഹാജിയാണെന്ന് പറയാൻ പറ്റണം. അബ്ദുൽ ഖാദർ, അബ്ദുൽ കരീം ആണെന്ന് പറയാൻ പറ്റണം, അല്ലെങ്കിൽ ഫഹറുദ്ദീൻ ഹാജിയാണെന്ന് പറയാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരും ഒരു ഒറിജിനൽ മുസ്ലിം ആണെന്ന് പറയാൻ പറ്റണം. അതാണ് ഹജ്ജ്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധമായ ഹജ്ജിന് കുറേ അനുഗ്രഹങ്ങൾ ഓഫറുകൾ നൽകുന്നുണ്ട്. പരിശുദ്ധമായ ഹജ്ജിന് നമുക്ക് ഒരുപാട് ഓഫറുകൾ നൽകുന്നുണ്ട്. അതെല്ലാം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ദുൽഖഅദ 24 അല്ലെങ്കിൽ മെയ് 21 വൈകുന്നേരം ഇൻഷാ അല്ലാഹ് നമ്മൾ പുറപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തിനു വേണ്ടിയാണ് പുറപ്പെടുന്നത്? ഹജ്ജിന് വേണ്ടി. ഈ മുൻ കഴിഞ്ഞു പോയ 2 ക്ലാസ്സുകളിലും നമ്മളുടെ ഹാജിമാരോട് പറഞ്ഞിരിക്കുന്ന അസ്സലാമു അലൈക്കും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലമുല്ലാഹ് വതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വ വത്തഖൂൻ യാ ഉലിൽ അൽബാബ്. ഈ സൂറത്ത്, ഈ ആയത്ത് നമ്മുടെ എല്ലാ ഹാജിമാരും പഠിക്കണമെന്ന് കഴിഞ്ഞ 2 ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിരുന്നു. വളരെ പ്രധാനം. നമ്മൾ നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് അല്ലേ നിർബന്ധമാണ്. ഫർദ് നമസ്കാരങ്ങളിൽ 17 പ്രാവശ്യം ഓതണം ഒരു ദിവസം അല്ലേ. ഓതാതിരിക്കാൻ പറ്റുമോ? ഓതിയാലേ നിസ്കാരമുള്ളൂ അല്ലേ. ഓതിയാലേ നമസ്കാരമുള്ളൂ. ഇതുപോലെ ഈ ആയത്ത് നമ്മൾ പഠിക്കണം. പഠിച്ചാലേ ഹജ്ജുള്ളൂ. മനസ്സിലായില്ലേ? അത് പഠിച്ചാലേ ഹജ്ജുള്ളൂ. അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്. അറിയപ്പെടുന്ന മാസങ്ങളിലാണ് ഹജ്ജ്. ഏത് മാസങ്ങളാണ് പറയാമോ? പറയൂ. ദുൽഹജ്ജ് പറയൂ. പറയൂ. അറിയപ്പെടുന്ന മാസങ്ങളിലാണ് ഹജ്ജ്. ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്. ഏത് മാസങ്ങളാ ഹജ്ജിന്റെ മാസങ്ങൾ? ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്. ഈ മാസങ്ങളിൽ ഒരാൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി. അപ്പൊ നമ്മളെല്ലാം അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണ്, ദുആയിലാണ് അല്ലെ. അപ്പൊ ഹജ്ജിന്റെ മാസങ്ങൾ അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, അറിയപ്പെടുന്ന മാസങ്ങളാണ്. ഏതൊക്കെയാണ്? ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്. 3 മാസം അല്ലെ. ഈ മാസങ്ങളിൽ ഹജ്ജിന് തയ്യാറായി. ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ്, അവന്റെ മേൽ ഹജ്ജ് നിർബന്ധമായി അല്ലെ. നമ്മുടെ മേൽ എന്തായി? ഹജ്ജ് നിർബന്ധമായി. പിന്നെ അവൻ എന്ത് ചെയ്യാൻ പാടില്ല? ഫലാ റഫസ വലാ ഫുസൂഖ് വലാ ജിദാൽ. അവൻ ദേഷിക്കാൻ പാടില്ല, അവൻ കോപിക്കാൻ പാടില്ല, അവൻ തർക്കിക്കാൻ പാടില്ല. ആര് പറയാ? അള്ളാഹു പറഞ്ഞല്ലോ, നീ അങ്ങനെ ചെയ്തോ, രാത്രി മൊത്തം നിന്ന് നിസ്കരിച്ചോ, പകൽ മൊത്തം ദുആ ചെയ്തോ, അല്ലാത്ത സമയങ്ങളിൽ മൊത്തം തവാഫ് ചെയ്തോ, പിന്നെ അങ്ങനെ ചെയ്തോ, അങ്ങനെ ഒന്നുമില്ല. അള്ളാഹു എന്താ പറഞ്ഞേ? ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ്, നിന്റെ മേൽ ഹജ്ജ് ഫർളായി കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ് അല്ലെ. ഹജ്ജിന് വേണ്ടി നമ്മൾ നവൈത്തുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി എന്ന് പറഞ്ഞ് നമ്മൾ ഹജ്ജിലേക്ക് പ്രവേശിച്ചു. അലൈക്കും സലാം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ. പിന്നെ നമ്മൾ തർക്കിക്കാൻ പാടില്ല, കോപിക്കാൻ പാടില്ല, വഴക്കുണ്ടാക്കാൻ പാടില്ല, മ്ലേച്ഛമായ ഭാവനകൾ വെച്ച് പുലർത്താൻ പാടില്ല. ഇത് നമ്മൾ നമ്മുടെ ഹജ്ജ് കഴിയുന്നത് വരെ പഠിച്ചുകൊണ്ടേയിരിക്കണം, കേട്ടുകൊണ്ടേയിരിക്കണം അല്ലേ. കേൾക്കണ്ടേ? അപ്പൊ നിങ്ങൾക്ക് തോന്നും നമ്മളെ പറ്റിക്കാനാ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തർക്കിക്കരുത്, വഴക്കുണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിച്ച് എങ്ങനെങ്കിലുമൊക്കെ ആക്കി ചുരുട്ടി കൂട്ടി നമ്മളെ ഒതുക്കി എടുക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട? കരുതണ്ട. അങ്ങനെ ആരും കരുതണ്ട. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട ഖമറുദ്ദീൻ ഹാജി, ബഹുമാനപ്പെട്ട നാസർക്ക, അതുപോലെ സിറാജുദ്ദീൻ ഹാജി,
അങ്ങനെ ധാരാളം. വലൈക്കും സലാം, ഇരിക്കി. നമ്മളോട് ഹജ്ജിന് വന്നവരാണ്. വീണ്ടും വീണ്ടും അൽഹംദുലില്ലാ അവരുടെ ഫർളുകൾ നിർവഹിക്കാൻ വേണ്ടി വരുന്ന അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ അള്ളാഹു പറയുകയാണ്, എന്താ പറഞ്ഞത്? വലാ റഫസ വലാ ഫുസൂഖ് വലാ ജിദാൽ. വഴക്കുണ്ടാകരുത്, വഴക്കുണ്ടാകും. സൃഷ്ടിച്ച അള്ളാഹു പറയാ, ഫർദിൻ ഹാജി ഞാനുമായിട്ട് എന്തുണ്ടാവും? നമുക്ക് അവിടെ പോയി 2 തവാഫ് ചെയ്തിട്ട് വരാന്ന് പറയുമ്പം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ നടന്ന് കുഴഞ്ഞ് എൻ്റെ കാലൊക്കെ. അല്ലപ്പാ, ഇന്ന് നല്ല 27 രാവ് അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച രാവ് നല്ല ശ്രേഷ്ഠമായ, എനിക്ക് സാധ്യമല്ല. അങ്ങനെ 1 പറഞ്ഞ് 2 പറഞ്ഞ് നന്മയുടെ കാര്യം പറഞ്ഞ് എന്താവും? 2 പേരും 2 ഭാഗത്തിലാകും. ഭാര്യയും ഭർത്താവും 2 സൈഡിലാകും. ബാത്റൂമിലേക്ക് 2 പേരും ഒരുമിച്ച് പോയി, ഒരാൾ ആ ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോയി തിരിച്ചു വന്നപ്പം ഇങ്ങനെ വിശാലമായി കിടക്കട്ടില്ല. 16,000 ടോയ്ലറ്റാണ് വിശുദ്ധമായ ഹറമിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. എത്ര? 16,000 ടോയ്ലറ്റ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒന്ന് ചെന്ന് കയറി വഴിയൊന്ന് തെറ്റിപ്പോകും. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടെ അവിടെ പോയി നിന്ന് എന്നെ കാത്ത് ഫർദിൻ ഹാജി നിൽക്കുകയാണ്. ഞാൻ ഇതിലെ ഇറങ്ങി ഇല്ല വാതിലെ കൂടെ പോയി അവിടെ എല്ലാം നോക്കി, കണ്ടില്ല. ഒരു 1/4 മണിക്കൂർ തപ്പി, കണ്ടില്ല. ഇദ്ദേഹമാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് നോക്കി നിൽക്കുകയാണ്. 2 പേരും വിഷമിച്ച് അവസാനം റൂമിലെത്തി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2 പേരും കണ്ടുമുട്ടി. എന്തായിരിക്കും? മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാൻ എത്ര വിഷമിച്ചു കണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയോ? നീ ഇങ്ങനെ പറയോ? വലിയ വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ക്ഷമയെക്കുറിച്ചാണ്, വിട്ടുവീഴ്ചയെക്കുറിച്ചാണ്, കരുണയെക്കുറിച്ചാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഹാജിമാരോട് പറഞ്ഞതാണ്, നമ്മുടെ ഹജ്ജിനെ ഹജ്ജാക്കുകയല്ല, ആ ഹജ്ജിനെ നമ്മൾ എന്താക്കണം? മബ്റൂറായ ഹജ്ജാക്കണം, സ്വീകാര്യമായ ഹജ്ജാക്കണം. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹജ്ജിന് പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. ഹജ്ജിന് പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ ആ സ്വർഗം കിട്ടണമെങ്കിൽ എന്താകണം? അത് മബ്റൂറാകണം. അത് മബ്റൂറാക്കാൻ വേണ്ടുന്ന വലിയൊരു പരിശ്രമം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം അതിനു വേണ്ടിയുള്ളതാണ്. പല വാപ്പമാരുടെ മക്കൾ, ഒരു വാപ്പായുടെ മക്കൾ തന്നെ വലിയ പ്രശ്നങ്ങളാണ്. കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മൾ ഒരു സമൂഹത്തിൽ 10-60 കൊല്ലം കൊണ്ട് ജീവിക്കുകയാണ്. 60-65 കൊല്ലം, 70 കൊല്ലം, 75 കൊല്ലം കൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ. ഒരുപാട് പാകപ്പിഴവുകളുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനെയെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യണം? അല്ലാഹുവേ, യാ അല്ലാ, എന്റെ പാപങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ അല്ലാഹുവേ, എന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പൊറുത്തു തരണേ അല്ലാഹുവേ. പാപങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, നാവ് കൊണ്ട് പറഞ്ഞത്, കൈകൊണ്ട് പ്രവർത്തിച്ചത്, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ അരുതായ്മകൾ വന്നുപോയത്, കുടുംബ ബന്ധങ്ങൾ പൊട്ടി തകർത്ത് കളഞ്ഞത്, ഇങ്ങനെ ധാരാളമായ പാപങ്ങളുമായി നിൽക്കുകയാണ് നമ്മൾ, അല്ലേ? അപൂർവം ആളുകളായിരിക്കും ഇതിൽ നിന്നും ഒതുങ്ങിപ്പോയ ആളുകൾ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ ആ ആകാശഭൂമിയോളം വലിപ്പമുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വലിയ ഒരു പരിശ്രമം നടത്താൻ അല്ലാഹു പറയുകയാണ്. ധൃതി കാണിക്കാൻ. അപ്പൊ നമ്മൾ വലിയ ധൃതിയിലാണ്. എന്തിനാണ്? ആ സ്വർഗം, ആകാശഭൂമികളോളം വലിപ്പമുള്ള ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. അല്ലാഹു അവിടെ പറയാണ്, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം?
വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കാതുകൊണ്ട് കേട്ടത് പാപങ്ങളാണ്, ഒരുപാട് പരദൂഷണങ്ങളാണ്, മറ്റുള്ളവരെ കുറിച്ചുള്ള അരുതായ്മകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ കണ്ടത്, കണ്ടുപോയത്, കേട്ടുപോയത്, ചിന്തിച്ചു പോയത്, ചെയ്തു പോയത്, അരുതായ്മകൾ ധാരാളമാണ്. പക്ഷെ എന്ത് വേണ്ട, നിങ്ങൾ നിരാശരാകണ്ട. അള്ളാഹു പറയാണ്, നിങ്ങൾ എന്താകണ്ട, നിരാശരാകണ്ട. നിങ്ങൾ ഒരു കാരണവശാലും നിരാശരാകണ്ട. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തിന്റെ മേൽ അതിക്രമം ചെയ്തു പോയ എൻ്റെ ദാസന്മാരെ. നമ്മളെ വിളിക്കുകയാണ് അള്ളാഹു. നമ്മുടെ മേൽ അതിക്രമങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലേ? ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി, ചില സാഹചര്യങ്ങൾക്ക് വഴങ്ങി, ചില പ്രത്യേക അവസ്ഥകൾക്ക് വഴങ്ങി വലിയ തെറ്റുകളിലും കുറ്റങ്ങളിലും ഒക്കെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്ത് വേണ്ട, നിങ്ങൾ നിരാശരാകണ്ട. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകാൻ വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ ചെയ്തു പോയ സർവ്വ പാപങ്ങളും അള്ളാഹു മാപ്പ് ചെയ്തു തരുന്നവനാണ്. അതിനെക്കുറിച്ച് നമുക്ക് വലിയൊരു യഖീൻ ഉണ്ടാവണം. എനിക്ക് വന്നുപോയ, ചെയ്തു പോയ, സംഭവിച്ചു പോയ എല്ലാം എൻ്റെ രക്ഷിതാവ് എനിക്ക് മാപ്പ് ചെയ്തു തരും. ഏതൊഴികെ? മറ്റുള്ളവരുടെ ഹക്കൊഴികെ. മറ്റുള്ളവരുടെ ഹക്കൊഴികെ. അവൻ്റെ പിടിച്ചു, എൻ്റെ സഹോദരനാണ്, അവൻ്റെത് ഞാൻ പിടിച്ചെടുത്തു, മറ്റുള്ള ഭൂമി പിടിച്ചെടുത്തു, സമ്പത്ത് പിടിച്ചെടുത്തു, കടം മേടിച്ചിട്ട് കൊടുത്തില്ല, ഇങ്ങനെയുള്ള മറ്റ് ഹക്കടപാടുകൾ ഒഴിച്ചുള്ള മറ്റ് കാര്യങ്ങളെല്ലാം അള്ളാഹു അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് മാപ്പ് ചെയ്തു തരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സമയവും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഈ കണ്ണുകൊണ്ട് കണ്ടതും ഈ ചെവി കൊണ്ട് കേട്ടതും അതല്ലേ നമ്മൾ തിലാവത്തിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓതിയിട്ട് നമ്മൾ സുജൂദ് ചെയ്യും. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു, ഞാൻ എൻ്റെ രക്ഷിതാവിനെ സാഷ്ടാംഗം ചെയ്യുകയാണ്. അവനാണ് എന്നെ സൃഷ്ടിച്ചത്. വസവ്വറഹു, അവനാണ് എന്നെ രൂപപ്പെടുത്തിയത്. വസവ്വറഹു വശക്ക സമഅഹു വബസറഹു, എനിക്ക് കേൾവിയും കാഴ്ചയും നൽകിയവൻ എൻ്റെ ഈ മുഖം രൂപപ്പെടുത്തി. അല്ലേ? വികൃതമായിരുന്നുവെങ്കിലോ, ഇതെങ്ങനെയെങ്കിലും ആയിരുന്നെങ്കിലോ, കോഷ്ടികളിലായിരുന്നെങ്കിലോ? ഇല്ല, ഇത്രയും മനോഹരമായി നമ്മെ സൃഷ്ടിച്ച അള്ളാഹു എന്നിട്ട് കേൾവി തന്നു, കാഴ്ച തന്നു. ഇത്രയും സുന്ദരമായ സൃഷ്ടിച്ച ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി, എനിക്കൊരു കഴിവുമില്ലായിരുന്നു, എനിക്കൊരു പ്രതാപവുമില്ലായിരുന്നു. അങ്ങനെയുള്ള എനിക്കെല്ലാം നൽകി എൻ്റെ രക്ഷിതാവായ അള്ളാഹു എത്ര ഉന്നതമായ സൃഷ്ടിപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, സുജൂദിലായി നമ്മൾ പറയും. എന്ത് പറയും? സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. സുബ്ഹാന, നിന്റെ പരിശുദ്ധിയെ. റബ്ബെന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, പരിപാലകൻ, സംരക്ഷകൻ, ഉടമസ്ഥൻ എന്നെല്ലാമാണ്. അങ്ങനെയുള്ള സുബ്ഹാന റബ്ബിയൽ അഅല, മഹോന്നതനായ എൻ്റെ റബ്ബിനെ ഞാൻ സ്തുതിക്കുകയും വബിഹംദിഹി, അവനെ ഞാൻ വാഴ്ത്തുകയും ചെയ്യുന്നു എന്ന് സുജൂദിലായി കിടന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ് അല്ലേ? വന്നിരുന്നിട്ട് എന്താ പറഞ്ഞേ? റബ്ബി ഗഫിർലി അല്ലേ? ആദ്യമേ നമ്മൾ നിസ്കാരത്തെ കുറിച്ച് പഠിക്കണം അല്ലേ? ആദ്യം എന്ത് പഠിക്കണം? ഹജ്ജിനെ കുറിച്ച് പഠിക്കണോ, നിസ്കാരത്തെ കുറിച്ച് പഠിക്കണോ? ആദ്യം നമ്മൾ നിസ്കാരത്തെ കുറിച്ച് പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാരണം നിസ്കാരം എല്ലാത്തിൻ്റെയും മജ്ജയാണ്. നമസ്കാരം അത് ശരിയായാൽ ബാക്കി എല്ലാം ശരിയായി. നമസ്കാരം ശരിയായാൽ എല്ലാം ശരിയായി. അപ്പൊ നമ്മൾ സുജൂദിൽ നിന്ന് നൂന്നിരുന്ന ഉടനെ പറയാം, റബ്ബി ഗഫിർലി, എൻ്റെ രക്ഷിതാവേ, റബ്ബി ഗഫിർലി,
എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹുവേ. പിന്നെ ഉർഹംനി, പിന്നെന്താ പറഞ്ഞേ? എൻ്റെ മേൽ കരുണ ചെയ്യണേ അല്ലാഹുവേ. അല്ലേ? കരുണ ചെയ്യാൻ ആരാണ്? അല്ലാഹു അല്ലാതെ വേറെ ആരാ ഉള്ളത്? അല്ലേ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതറിയണമെങ്കിൽ നമ്മൾ ആ ആശുപത്രിയിലേക്കൊന്ന് പോകണം. എത്ര വലിയ വലിയ കോടീശ്വരന്മാർ, 5ഉം 6ഉം മക്കൾ ഡോക്ടർമാരായ ആളുകൾ, വലിയ ഹോസ്പിറ്റലുകളിലുള്ള ആളുകൾ, പക്ഷേ അവരെന്താണ്? വല്ലാത്ത നിർഭാഗ്യകരമായ അവസ്ഥയിൽ കിടക്കുകയാണ്. അവരെ ആർക്കും സഹായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർലി വറഹംനി വജ്ബുർനി, എൻ്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു നീ നടത്തി തരണം. വർഫഅനി, എന്നെ നീ ഉയർത്തണം. വർസുഖ്നി, എനിക്ക് നീ ഭക്ഷണം നൽകണം. വആഫിനി, എനിക്ക് നൽകണം. വഹ്ദിനി, എന്നെ നീ സന്മാർഗത്തിൽ നിലനിർത്തണം. എത്ര മനോഹരമായ ദുആയാണ് നമ്മൾ ഈ നിസ്കാരത്തിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് ഓർത്ത് ചിന്തിച്ച് അറിഞ്ഞ് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് 4-5 ആലിമീങ്ങളുണ്ട്. അവരെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. ഇൻഷാ അല്ലാഹ് വേണ്ടേ? വേണ്ടേ? വേണം. തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ നമസ്കാരത്തെക്കുറിച്ച്, അതിലുള്ള ഓരോ തസ്ബീഹുകളെക്കുറിച്ചും ഓരോ പ്രാർത്ഥനകളെക്കുറിച്ചും നമുക്ക് പഠിക്കണം. ഇപ്പൊ തന്നെ ഞാനിവിടെ പറഞ്ഞില്ലേ, അല്ലാഹുവേ എൻ്റെ ചെവി കൊണ്ട് കേട്ടത്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്, എൻ്റെ കൈ കൊണ്ട് പിടിച്ചത്. നമ്മൾ അത്തഹിയാത്തിന്റെ അവസാനത്തെ പ്രാർത്ഥന ദുആ എന്താണ്? അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു, അല്ലേ? അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലംതു. എന്താ പറഞ്ഞത്? അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണം. എപ്പോഴാ പറയുന്നേ? നമസ്കാരത്തിന്റെ അവസാനത്തെ സമയം. നമസ്കാരത്തിന്റെ അവസാനത്തെ സമയം നമ്മൾ പറയാണ്, അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു, ഞാൻ മുന്തിച്ച് ചെയ്തത്, വമാ അഖർതു, ഞാൻ പിന്തിച്ച് ചെയ്തത്, പിന്നെ ഒമാ അസ്റർതു, ഞാൻ സിറായി ചെയ്തത്, രഹസ്യമായി ചെയ്തത്, ഒമാ അഅലംതു, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ, അങ്ങനെ പറ്റൂ, ഇപ്പൊ അങ്ങനെ ചെയ്യൂ. നിനക്കെന്താ? നമ്മൾ ധാഷ്ട്യം കാണിക്കാറില്ലേ? അറിഞ്ഞുകൊണ്ട് ചെയ്തത്. ഒമാ അസ്റഫ്തു, വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് അങ്ങനെ ചെയ്തത്. ഇതെല്ലാം അല്ലാഹുവേ നീ എന്ത് ചെയ്യണം? 5 നേരം പറയുന്ന ഒരു ദിവസം ഫർള് നിസ്കാരത്തില് ഇത് പറയാൻ പറയുന്നത് എന്തിനാ? ഇത് നമ്മളോട് പറയാൻ പറയുന്നത് എന്തിനാ? നമ്മളെ പരിശുദ്ധപ്പെടുത്തുകയാണ്. നമ്മളെ വിശുദ്ധപ്പെടുത്തണം. ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഒരു മുസ്ലിമാണ്. കാരണം മാനുഷികമായ എല്ലാ നന്മകളും അവന്റെ കൂടെയാണ്. ഇപ്പൊ നമ്മൾ ഓതി വെച്ച ആയത്തില്ലേ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അല്ലേ? അതിനുശേഷം അല്ലാഹു പറയാണ്, അല്ലദീന യുൻഫിഖൂന ഫിസ് സറായി വൽ ളറായി. ഹജ്ജിന് പോകുന്ന ഹാജിമാർ, ഇൻഷാ അല്ലാഹ് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ നിരന്തരമായി കേൾക്കണം ഇത്. ഹജ്ജിന് പോകുന്ന ഹാജിമാർ അവരാരായിരിക്കണം? അവർ അവരുടെ ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിൽ, അവരുടെ ക്ഷാമത്തിന്റെ അവസ്ഥയിൽ, അവരുടെ ക്ഷേമത്തിന്റെ അവസ്ഥയിൽ, സന്തോഷത്തിന്റെ അവസ്ഥയിൽ, പൈസയൊക്കെ ഉണ്ട്, ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട്, എല്ലാം റാഹത്താണ്, മക്കളെല്ലാം സന്തോഷത്തിലാണ്, 2 പേര് എഞ്ചിനീയർമാരാണ്, ഡോക്ടർമാരാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള വലിയൊരു സന്തോഷത്തിൽ കഴിയുന്ന ആ അവസ്ഥയിൽ ഹജ്ജിന് വരാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. വസ്തുവുണ്ട്, വിറ്റിട്ടില്ല, ഫർളായി, നിർബന്ധമായി, ഈ വർഷം മരിച്ചു പോകുമെന്നറിയില്ല, പക്ഷെ ചെയ്തേ പറ്റൂ, വളരെ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന മറ്റൊരവസ്ഥ. ഫർളായി പല ഹാജിമാരുണ്ട്, നമുക്ക് നിർബന്ധമായി വസ്തുക്കളൊക്കെ ഉണ്ട്, മക്കൾക്കൊക്കെ കൊടുത്താലെല്ലാം ശരിയാവും, പക്ഷെ അതിന് 2 സെന്റ് വിറ്റാൽ ശരിയാവും, പക്ഷെ ഒന്നും ആയിട്ടില്ല. ഇനി അടുത്ത വർഷം ചെയ്യാന്ന് വെച്ചാൽ മരിച്ചുപോയാൽ എന്ത് ചെയ്യും? പണിപാളും, അല്ലേ? അപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്ന, ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ആൾ, ഈ ക്ഷേമ അവസ്ഥയിലും ഈ ക്ഷാമാവസ്ഥയിലും ധർമ്മം ചെയ്യുന്നവർ, അല്ലാഹു പറയാണ്, ഈ ക്ഷേമാവസ്ഥയിലും ഈ ക്ഷാമാവസ്ഥയിലും എന്ത് ചെയ്യുന്നവർ?
ധർമ്മം ചെയ്യുന്നവർ ഫിസ്സറായി വദ്ദറായി വൽഖാളിമീനൽ ഗൈദ്. ഭയങ്കര ദേഷ്യം വന്നു എനിക്ക്. കമറുദ്ദീൻ ആജി എടുത്ത് ഭയങ്കര ദേഷ്യം വൽഖാളിമീനൽ ഗൈദ്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്നവരോടെല്ലാം എനിക്ക് ഭയങ്കര ദേഷ്യം. വൽആഫീന അനിന്നാസ്, അല്ലാഹു തആലയ്ക്ക് വേണ്ടി അങ്ങ് മാപ്പ് നൽകി, പുറത്തു കൊടുത്തു. ഭാര്യയായിട്ട് പ്രശ്നമാണ്, അവൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, 40 കൊല്ലം കൊണ്ട് പ്രശ്നമാണ്, അല്ലെങ്കിൽ 60 കൊല്ലം കൊണ്ട് പ്രശ്നമാണ്, അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ അങ്ങനെയാണ്, കുടുംബത്തിൽ ഇങ്ങനെയാണ്, പ്രശ്നങ്ങളാണ്. അവരെയൊക്കെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ അല്ലാഹ് എന്താ പറഞ്ഞത്? ഇല്ല, സ്വർഗത്തിലേക്ക് വരാനല്ലേ പറഞ്ഞു. സാരിഊ ഇലാ മഗ്ഫിറതിൻ അൽ ജന്ന, ആ ജന്നത്തിലേക്ക് ധൃതി കാണിച്ചോണ്ട് വാ. സമാവാത്തുള്ള ആകാശഭൂമികളോളം വലിപ്പമുള്ള സ്വർഗമാ. ആ സ്വർഗത്തിലേക്ക് ധൃതി കാണിക്കാൻ പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, എന്ത് പറഞ്ഞു? കുടുംബത്തിലൊക്കെ ഭയങ്കര പ്രശ്നവും കുഴപ്പവും മക്കളുമായിട്ടും കുടുംബമായിട്ടും ഇവരായിട്ടൊക്കെ ഉണ്ട്. ഹജ്ജിന് പോകാനാണ്, പക്ഷേ വലിയ പാടാ, പൊരുത്തം ചോദിക്കാനൊന്നും പറ്റത്തില്ല. അയാൾക്ക് വേണം എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കട്ടെ, എന്നെ കൊണ്ട് പറ്റത്തില്ല, സാധ്യമല്ല. ഞാൻ പോയി ചോദിക്കുകയോ? ഈ ഞാനെന്നുള്ളൊരു ഹുങ്കുണ്ടല്ലോ. ആദം അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞില്ല. ഇബ്ലീസ് അവിടെ എന്താ ഒരു ഗർവ് കാണിച്ചു. ഇബ്ലീസ് എന്ത് കാണിച്ചു? അല്ലാഹുവേ, വെറുതെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദം, തീ കൊണ്ട് സൃഷ്ടിച്ച ഈ ഞാനുണ്ടല്ലോ, ഹജ്ജിന് പോകുന്ന നമ്മൾ ഈ ഞാൻ അങ്ങെടുത്ത് മാറ്റണം, അല്ലേ ഫർദീനാജി? ഈ ഞാൻ അങ്ങെടുത്ത് മാറ്റിയാൽ പിന്നെ നമുക്ക് എന്തായി? മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കും. മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധിക്കണം. മബ്റൂറായ ഹജ്ജല്ലേ വേണ്ടത്? അതോ അൽ ഹാജ് അബ്ദുൽ കരീം, അൽ ഹാജ് അബ്ദുർ റഹീം, അൽ ഹാജ് ഫഹറുദ്ദീൻ, അല്ലേ? അൽ ഹാജ് അബ്ദുർ റഹീം, അതാണോ വേണ്ടത്? മബ്റൂറായ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അപ്പൊ പണിയെടുക്കണം. അപ്പോഴെന്ത് ചെയ്യണം? പണിയെടുത്തേ പറ്റൂ. അന്നേരമാണ് ഞാൻ മാറ്റി, എൻ്റെ ഞാൻ എന്നുള്ള ഞാൻ ഒന്ന് മാറി നിൽക്കണം. പിന്നെ എന്തൊക്കെയോ വന്നു പോയി, നമുക്ക് അവനെ തല്ലിക്കൊല്ലാനുള്ള എല്ലാം ഉണ്ട് തൻ്റെ മണ്ടയ്ക്കകത്ത്. കാരണം അത്രയും നമ്മളോട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്, നമ്മുടെ പലതും പിടിച്ചെടുത്തിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു, നമ്മൾ ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് വലിയ വിഷയമാണ്. അത് നമ്മളോട് സംസാരിക്കുകയാണ്, നമ്മളെ പരിശുദ്ധപ്പെടുത്തി നമ്മളെ അങ്ങ് തേച്ച് മിനുക്കിയെടുക്കുകയാണ്. വിട്ടുവീഴ്ച ചെയ്യാൻ ഇത്രയധികം പറഞ്ഞു തരുന്ന ഒരു വേദഗ്രന്ഥം, നിങ്ങളോട് അക്രമം ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യാൻ പറയുന്ന വിശുദ്ധമായ ഖുർആൻ ഷരീഫ്. ഏറ്റവും നല്ല നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വിട്ടുവീഴ്ച ചെയ്യണം, എന്ത് ചെയ്യണം? പുറത്തു കൊടുക്കണം. ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടോ? ഞാൻ ഹജ്ജിന് പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ അപ്പുറത്തെ സഹോദരിയുടെ മോള് വന്നിട്ട്, മാമ അവിടെ വീട് ചോർന്ന് കിടക്കുന്നു, അവിടെ അല്ലെങ്കിൽ അങ്ങനെയായി ഇങ്ങനെയായി, അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് സഹായം. ഹജ്ജിന് പൈസ തയ്യാതിരിക്കുമ്പോഴാണ് നിന്റെ ഇല്ല. അള്ള പറയാ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് വേണം? നല്ല വാക്ക്, പുഞ്ചിരി പോലും സദഖയാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരു പുഞ്ചിരി പോലും. നമ്മളൊരു മുസ്ലിം എന്ന് പറയണമെങ്കിൽ ഒരു മുസ്ലിം എന്ന് പറയണമെങ്കിൽ നമ്മളുടെ കർമ്മ മേഖലകൾ മൊത്തം നന്നായിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്, നമ്മളുടെ കർമ്മ മേഖലകൾ മൊത്തം നന്നായിരിക്കണം. അല്ലാത്ത ഒരാളിന് മുസ്ലിം എന്ന് പറയാൻ അവകാശമില്ല. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, ഏറ്റവും നല്ല വർത്തമാനം പറയുന്നവനാര്? നമുക്ക് പറയാൻ സാധിക്കണം ഇൻഷാ അല്ലാഹ്, അല്ലേ?
ഇൻഷാ അല്ലാഹ് പറയും. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹാ. ഏറ്റവും നല്ല വർത്തമാനം പറയുന്നവൻ ഏറ്റവും നല്ല പ്രവർത്തനത്തിന്റെ ഉടമയാണ്. ഏറ്റവും നല്ല വർത്തമാനം പറയുന്നവൻ അവനാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, കോപം വരുമ്പോൾ ക്ഷമിച്ചു കൊടുക്കുന്നവൻ, ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും അവസ്ഥയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ. ومن أحسن قولا ممن دعا إلى الله وعمل صالحا. അവന്റെ കർമ്മമേഖലകളെ മൊത്തം നന്നാക്കിയവൻ, അവന് മാത്രമാണ് ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ യോഗ്യതയുള്ളത്. അവന് മാത്രമാണ് ഈ പറയപ്പെട്ട ഗുണങ്ങളെല്ലാം ഉണ്ടാകുന്നവന് മാത്രമേ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള യോഗ്യതയുള്ളൂ. ഒരു മദ്യപാനിക്ക് വന്നിട്ട് പിന്നെ 5 നേരം നിസ്കരിക്കണം എന്ന് പറയാൻ പറ്റുമോ? പലിശ വാങ്ങുന്ന ആളിന് ഇങ്ങനെ നടന്നാൻ പറ്റത്തില്ല, നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം എന്ന് പറയാൻ പറ്റുമോ? അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിക്കണമെങ്കിൽ അവൻ എന്ത് വേണം? അവന്റെ കർമ്മ മേഖലകൾ മൊത്തം നന്നായിരിക്കണം. എന്നിട്ട് അവൻ പറയണം ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അൽ ഹാജ് അബ്ദുറഹീം അല്ലേ? ഇനി നമുക്കൊരു വലിയൊരു പേര് വരാൻ പോവാണ്. ഇനി അബ്ദുറഹീമിനെ ആരും ഒന്നും പറയത്തില്ല, ഹാജിയാര്. എന്ത് ഹാജി, മാങ്ങാട്ടിലി ഹാജിയാർ കണ്ടില്ല. നേരത്തെ ഇതിനേക്കാളും നല്ലതായിരുന്നു. ഹാജി ഒന്നും പഠിച്ചില്ല, ഹാജി ഹജ്ജിന് പോയി തിരിച്ചു വന്നു. ഹാജി എന്തും പഠിച്ചില്ല, ആ പോയതിനേക്കാൾ കുഴപ്പമായിട്ട് തിരിച്ചു വന്നു. അല്ല, പഠിക്കണം. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة. ശരിയും തെറ്റും സമമാകുകയില്ല. ആര് പറയാ? നമ്മളെ ഹാജിമാര് മുന്നിലേക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളാ. ഇനിയിപ്പം നമ്മൾ ഇതൊക്കെ നടത്തത്തില്ലേ? എന്ത് നടത്തും? വലിയൊരു കല്യാണം പോലെ വലിയൊരു ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി നമ്മൾ വലിയൊരു ആഘോഷങ്ങളൊക്കെ നടത്തും. ജനങ്ങളെ 2000, 5000 ഓഡിറ്റോറിയങ്ങളൊക്കെ എടുത്ത് ഹജ്ജിന് പോകാൻ പോകാണ്. ഹാജിയാര് വീട്ടിലൊന്നും പറ്റത്തില്ല, ചെറിയ ഓഡിറ്റോറിയം പറ്റത്തില്ല. 5 ലക്ഷം 10 ലക്ഷം ഒക്കെ മുടക്കി വലിയ ഓഡിറ്റോറിയം എടുത്ത് അവിടെയാണ് നീ സ്വീകരണം നടത്താൻ പോണത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ശരിയും തെറ്റും സമമാകുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ശരിയെ മുറുകെ പിടിക്കണം. ഏറ്റവും നല്ലതിനെ മുറുകെ പിടിക്കണം. ഹാജിയാകാൻ പോവാ, ദേഷ്യം വരുന്നുണ്ടോ? ആർക്കും ദേഷ്യം വരുന്നില്ലല്ലോ. ഞാനും ഭാരതീൻ സാഹിബുമായിട്ട് വലിയ പ്രശ്നത്തിലാ, ഞങ്ങൾ തമ്മിൽ ഇച്ചിരി ഉടക്കില്ല. അല്ല പറയാണ് അബ്ദുറഹീം ഹാജി ഞാനുമായിട്ട് ചെറിയ പ്രശ്നത്തിലാ. ദേഷ്യത്തിലാണ്. ഒരു സമൂഹവുമായിട്ട്, ഒരു ഗോത്രവുമായിട്ട്, ഒരു രാജ്യവുമായിട്ട് ശത്രുതയിലാണ്. വലിയുൻ ഹമീം. അങ്ങനെയുള്ള ശത്രുക്കൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രങ്ങളാകുന്നത് നിങ്ങൾക്ക് കാണാം. എങ്ങനെ കാണാം? നിങ്ങൾ ഏറ്റവും നല്ല ക്ഷമയുള്ള ആളുകളായാൽ. അപ്പം നമ്മുടെ മുന്നിൽ ഒരു വിഷയം വന്നാൽ ആ നന്മയെ ഒന്ന് മുറുകെ പിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പൊ ആ ശരിയോടൊപ്പം നിന്നാൽ, ആ നന്മയോടൊപ്പം നിന്നാൽ നിങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രങ്ങളായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആര് പറയാ? അള്ളാഹു പറയാ, അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ഷമയുണ്ടാകണം. ഈ ക്ഷമ എന്ന് പറയുന്നത് ഇതൊരു മഹാഭാഗ്യമാണ്. ഈ ഭാഗ്യം കൂടി കയ്യിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യേണ്ടത്? ഹജ്ജിന് പോകേണ്ടത്. ഫലാ റഫസ വലാ ഫുസൂഖ് വലാ ജിദാൽ. ഷിഹാബ്ദി മൗലവി കായംകുളത്തോടെ ചാരുമൂട് ധാരാളം ഹാജിമാരെയും കൊണ്ട് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളാണ്.
അപ്പൊ നേരത്തെ പറഞ്ഞ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഒതുക്കി വെക്കാൻ പറ്റണം വേണ്ടേ? വേണം. ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം നമ്മളുടെ ഈ ഹജ്ജിന്റെ ആ കുറച്ച് സ്ഥലത്ത് ലോകത്തെ 200ഓളം രാജ്യങ്ങളിൽ നിന്നും 30-40 ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടി കറുത്തതിൽ കറുത്തത്, വെളുത്തതിൽ വെളുത്തത്, ചുമന്നതിൽ ചുമന്നത്, ചില നമ്മുടെ ശരീരത്തിലൂടെ ചില പച്ച നരമ്പുകളൊക്കെ ഉള്ള അതുപോലത്തെ മനുഷ്യന്മാർ, 7 അടിയൊക്കെ പൊക്കമുള്ള മനുഷ്യന്മാർ, വളരെ കുറുകിയ മനുഷ്യന്മാർ, അന്ധന്മാരായ മനുഷ്യന്മാർ, അംഗവൈകല്യമുള്ള മനുഷ്യന്മാർ, എല്ലാ രാജാവും പ്രജയും സാധാരണക്കാരനും ഉന്നതനായ ആളുകളും എല്ലാവരും വരികയാണ്. എല്ലാവർക്കും 2 വസ്ത്രങ്ങൾ മാത്രം. അള്ളാഹുവിന്റെ മുന്നിൽ ആർക്കും ഒരു വലിപ്പവുമില്ല. നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളെ താഴ്ത്തിക്കൊണ്ടുവരികയാണ്, നമ്മളെ ഇറക്കിക്കൊണ്ടുവരികയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അടിയനിതാ ഉത്തരം നൽകുന്നു അല്ലാഹുവേ. ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് ഒരു പങ്കുകാരനുമില്ല അല്ലാഹുവേ. അല്ലാഹുവിന് ഒരു പങ്കുകാരനുമില്ല അല്ലേ? ഈ സർവ ചരാചരങ്ങളെയും സൃഷ്ടിച്ചതിൽ, ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൽ ഇതിലൊന്നും അള്ളാഹുവിന് ഒരു പങ്കുകാരുമില്ല. ലാ ശരീക ലക്, അള്ളാഹുവിന് ഒരു പങ്കുകാരനുമില്ല. ലാ ശരീക ലക് ഇന്നൽ ഹംദ, എല്ലാ സ്തുതിയും നിനക്ക് മാത്രമാണ്. വന്നിഅമത, എൻ്റെ ഈ വസ്ത്രം, എൻ്റെ ഈ പേന, എൻ്റെ ഈ കണ്ണാടി, എൻ്റെ ഈ മൈക്ക്, എൻ്റെ ഈ സ്കൂള്, ഇതെല്ലാം നിന്റേത് മാത്രമാണ്. ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ നീ മാത്രമാണ്. വന്നിഅമത ലക വൽ മുൽക്ക്, എൻ്റെ എല്ലാം ഉടമസ്ഥൻ നീ മാത്രമാണ്. നമ്മൾ ഏറ്റുപറയാണ്, നമ്മുടെ ഒന്നുമില്ല. ഉണ്ടോ? ഇല്ല. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു, അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്. വസവ്വറഹു, അവനാണ് നമ്മെ രൂപപ്പെടുത്തിയത്. വശക്ക സമഅഹു വബസറഹു, കാഴ്ച തന്നവൻ, കേൾവി തന്നവൻ. ഹജ്ജിന് വേണ്ടി ഈ സമ്പത്ത് തന്നവൻ, ആരോഗ്യം തന്നവൻ അല്ലേ? എല്ലാം അവൻ്റെതാണ്. ലബ്ബൈക്ക്, എല്ലാവരും പറഞ്ഞേ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. നമ്മൾ തുടങ്ങിയാൽ ഒരു 3 എണ്ണമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചെല്ലണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഹാജിമാരെ, നമ്മൾ ഹജ്ജിന് മുന്നേ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? നമുക്കെല്ലാവരോടും പോയി പൊരുത്തം ചോദിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഒരാൾ മൈസൂരിലാണെങ്കിൽ ഒരാൾ കർണാടകത്തിലായിരിക്കും, ഒരാൾ മലബാറിലായിരിക്കും. പക്ഷേ അവരുമായിട്ടെല്ലാം നമുക്കൊരു സൗഹൃദം സ്ഥാപിക്കാൻ, പൊട്ടിപ്പോയി ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സാഹോദര്യ ബന്ധങ്ങൾ, അയൽ ബന്ധങ്ങൾ എല്ലാം പൊട്ടി തകർന്ന് തരിപ്പണമായി കിടക്കാണ്. നമുക്കെന്ത് വേണം? ഞാനല്ലേ അവളെ വളർത്തിയത്. ഉമ്മായും ബാപ്പായും 9ാമത്തെ വയസ്സിൽ മരിച്ചുപോയില്ലേ? പിന്നെ ആരാ നോക്കിയത്? ആരാ കണ്ടത്? അവൾക്ക് എന്നോട് ഇങ്ങനെ ആകാമോ, അവൻ ഇങ്ങനെ ചെയ്യാമോ അല്ലേ? ഇതൊക്കെ നമ്മളോട് ആരാ പറയുന്നത്? ശൈത്താൻ. നമ്മളത് ചെയ്തതിന് അള്ളാഹു നമ്മുടെ റഖീബ് അതീദ് 2 മലക്കുകൾ അത് ധാരാളം എഴുതി വെച്ചിട്ടുണ്ട്. ബാങ്ക് ബാലൻസ് കൊട്ടക്കണക്കിന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ പറയാ എന്താ അങ്ങനെ ചെയ്യാമോ? അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് എന്തായി പോവും? ലോസായി പോവും. നന്മകൾ ചെയ്ത് വാരിക്കൂട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയാലോ? അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കൊരു പ്രയാസവുമില്ല. അവരെ വിളിച്ച്, അവരെ കണ്ട്, അവരെ നോക്കി, അവരോട് സംസാരിച്ച്, സഹായിക്കേണ്ടവരെ സഹായിച്ചു, നല്ല വാക്കുകൾ പറഞ്ഞു, എല്ലാവരോടും ഏറ്റവും നല്ല കരുണയോടുകൂടി പ്രവർത്തിച്ചു. എല്ലാവരോടും ഹജ്ജിന്റെ
യാത്ര നമുക്ക് പുറപ്പെടാൻ സാധിക്കണം. വേണ്ടേ? ഇൻഷാ അല്ലാഹ്. എല്ലാവരും പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധമായ ഹജ്ജ് അതൊരു മഹാസൗഭാഗ്യമാണ്. ഞങ്ങൾ ഹജ്ജിൽ 25ഓളം കൊല്ലമായി ഒരുപാട് അനുഭവങ്ങൾ. മിനയിലെ തമ്പിൽ വെള്ളം പൊങ്ങി, ഭയങ്കര മഴ. ഒരു 15 മിനിറ്റും കൂടി ആ മഴ ഞങ്ങളുടെ മുന്നിൽ ഒന്ന് പെയ്തിരുന്നുവെങ്കിൽ ഞങ്ങളെല്ലാം ഇന്ന് ഖബറിലായി പോയേനെ. ഞങ്ങളുടെ മുന്നിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ഒഴുകി പോകണം, ബസ്, കാറ്, അതുപോലുള്ള സാധനങ്ങളെല്ലാം ഞങ്ങളുടെ തമ്പിന്റെ ഇപ്പുറത്തുകൂടി ഇങ്ങനെ ഒഴുകുകയാണ്. അതിൽ നിന്നും പ്രധാനപ്പെട്ട 2-3 ഉസ്താദന്മാരും ആളുകളും ഭയന്നിട്ട് മഴയുടെ തുടക്കത്തിൽ ഓടിപ്പോയി. അവർ വഴിയിലെത്തി. അവരുടെ ബസ് നിറഞ്ഞ് വെള്ളമായി അവരുടെ മുഖത്തിൻ്റെ അടുത്ത് വരെ എത്തി. അപ്പം അതിൽ ഉസ്താദ് വിളിച്ചു, അതിൻ്റെ അമീറിനെ വിളിച്ചു ഗ്രൂപ്പിൻ്റെ. ഞങ്ങൾ ഇങ്ങനെ ചോദിക്കാതെ പറയാതെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടുപോയി. ഞങ്ങൾ വല്ലാത്ത അവസ്ഥയിലാണ്, മരണത്തിൻ്റെ അവസ്ഥയിലാണ്, മാപ്പാക്കണം. അത് ആലിമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അമീറിന്റെ നിർദ്ദേശമില്ലാതെ ചോദിക്കാതെ അവിടെ നിന്ന് പുറപ്പെട്ടു പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 90 വയസ്സുള്ള ഉപ്പുപ്പ, ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷാജി ഹാജി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉപ്പ നമുക്ക് പോകാം, ആ മരണത്തിന്റെ അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ. അപ്പൊ ഞങ്ങൾ അറവിന് വേണ്ടി പോയിരിക്കുകയാണ്, അറവ് നടത്താൻ അറവുശാലയിൽ. അന്ന് അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഹാജിമാരെയും കൊണ്ട് പോകും, 10-30 പേരെയും കൊണ്ട്. അന്ന് 10-200 പേരുണ്ട്. ആ ഉപ്പ പറഞ്ഞു, മോനെ നമ്മൾ എവിടെയായിരുന്നാലും മരിക്കും, നമുക്ക് ഇവിടെ മരിക്കാം ഇൻഷാ അല്ലാഹ്. കാരണം നമ്മുടെ അമീറില്ല. നമ്മുടെ അമീർ ഇവിടെ നിന്ന് പോകാൻ എപ്പോഴാണോ പറയുന്നത് അപ്പോഴേ പോകൂ. ഞാൻ വരില്ല. അള്ളാഹുവിന്റെ വലിയ മഹത്വം, അള്ളാഹുവിന്റെ വലിയ മഹത്തായ ഫദ്ല്, അനുഗ്രഹം. ആ മഴ തോർന്നു. ഒരു 15 മിനിറ്റും കൂടി നിന്നിരുന്നുവെങ്കിൽ. അതുപോലെ നമ്മുടെ റൂം തീപിടിച്ചു പോയി, വല്ലാതെ തീപിടിച്ചു. മലക്കുകളുടെ സഹായം പോലെ അള്ളാഹു അവിടെ ആളിനെ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് നമ്മുടെ മുന്നിലുണ്ടാകുന്ന വിഷയങ്ങൾ, ഇതെല്ലാം അത് ലളിതമാക്കി, എളുപ്പമാക്കി, ബുദ്ധിമുട്ടില്ലാതാക്കി തരുന്നവൻ അള്ളാഹു. അപ്പൊ നമ്മുടെ മുന്നിൽ, ഹജ്ജിന് മുന്നിൽ പല സൈസ് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും വരും, പല അഭിപ്രായങ്ങളും വരും. അതിനെയെല്ലാം ഒതുക്കി വെച്ച് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റണം. ദുആയാണ് നമ്മുടെ ആയുധം, ദുആയാണ് നമുക്ക് അത്യാവശ്യം. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, ഞാൻ മുന്നേ ചെയ്തു പോയത്, വമാ അഖർതു, ഞാൻ അല്ലാതെ ചെയ്തു പോയത്, പിന്തിച്ച് ചെയ്തു പോയത്, വമാ അസ്റർതു, സിറായി ചെയ്തു പോയത്, വമാ അഅലംതു, അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയത്. എപ്പോഴാ പറയുന്നത്? നിസ്കാരത്തില്. ഇതങ്ങ് ഓർമ്മ വന്നാൽ മതി. അത്തഹിയാത്ത് വലിയ പാപമോചനമാണ്. വലിയ പാപമോചന ദുആയാണ്. 98-99% പേർക്കും അറിയാം. ചിലർക്ക് ചില പഠിക്കാനോ മദ്രസയിലോ ഒന്നും പോകാൻ പറ്റാത്തതിന്റെ പേരിലൊക്കെ ചിലപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അവർ പഠിക്കണം. അന്തൽ മുഖദ്ദിമു, നീ ആദ്യമേ ഉള്ളവനാണ്. ആര്? അല്ലാഹു. അന്തൽ മുഅഖിറു, നീ അവസാനമില്ലാത്തവനാണ്. അല്ലേ? എപ്പോഴാ പറയുന്നത്? അത്തഹിയാത്തിൽ സലാം വീട്ടാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് പറയാണ് പാപമോചന ദുആ. ഇത് നമ്മൾ നിരന്തരമായി നമ്മൾ കൈയെടുത്താൽ, ഹാജിമാരുടെ അടുത്ത് ഇപ്പൊ എല്ലാവരും പറയും, ഹാജിയാരെ ഒന്ന് ദുആ ചെയ്, അല്ലേ? ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലംതു അന്തൽ മുഖദ്ദിമു വഅന്തൽ മുഅഖിർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ. അല്ലേ? ഈ നിസ്കാരം ഒന്ന് പഠിച്ചാൽ മതി. നിസ്കാരം നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൽ ധാരാളം ദുആകളാണ്. അപ്പൊ ഈ ദുആയോടുകൂടി നമ്മൾ അള്ളാഹുമായി അടുക്കുകയാണ്. നമ്മുടെ നമസ്കാരം നന്നാകുന്നതോടുകൂടി
നമ്മളുടെ ബാക്കി കാര്യങ്ങളെല്ലാം നന്നാകുന്നതിന് കാരണമാകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നാഫി ഉസ്താദ് പറയും. പിന്നീട് നമ്മുടെ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ ഞാൻ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നാഫി ഉസ്താദിനെ ആദരവോടുകൂടി ക്ഷണിച്ചോളൂ.